5 തവണ ആ കുട്ടിക്ക് അബോർഷനായിട്ട് ആറാമത്തെ പ്രഗ്നൻസിയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണോ ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ പപ്പായ കഴിച്ചതുകൊണ്ടാണോ ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള ക്വസ്റ്റ്യൻസും ഗിൽറ്റ് ഫീലിംഗ് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ വരുന്ന അബോർഷൻസ് അത് വളരെ നമുക്ക് യൂഷ്വലി നമ്മൾ നോർമലി പറയുന്ന തൈറോയ്ഡ് ലെവൽ അല്ല നമുക്ക് പ്രഗ്നൻസിയിൽ വേണ്ട. പലരും പ്രഗ്നൻസി ടൈമിലാണ് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നവർ തന്നെ അബോർഷൻ ആവാനുള്ള ചാൻസസ് കൂട്ടുന്നു. സാധാരണ നമ്മൾ പറയുമല്ലോ, മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിലും നമുക്ക് എന്താ മൂത്രക്കടച്ചിൽ വരുന്നു, വയറുവേദന, പനി, കുടച്ചിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിൻ്റെ ഏജ് ഒരുപാട് കൂടുതൽ 35 വയസ്സിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ ഡബിൾ മാർക്കറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നമസ്കാരം, വനിതയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കിൻഡർ ഹോസ്പിറ്റൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ സ്മിത സുരേന്ദ്രനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഡോക്ടർ സ്വാഗതം. ഗൈനക്കോളജി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മേഖലയാണെന്ന് പറയാം, എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന്. കാരണം ഒരു ഫാമിലിക്ക് ഇത്രത്തോളം അടുപ്പമുള്ളൊരു ഡോക്ടർ വേറെ ഇല്ലെന്ന് പറയാം. നമ്മൾ പല പല അസുഖങ്ങൾക്ക് പല ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മളോടൊപ്പം, കാരണം അതൊരു 10 മാസത്തെ ജേണിയാണല്ലോ. 10 മാസം കഴിഞ്ഞാലും ചിലപ്പോൾ പിന്നെയും ഇങ്ങനെ കുറേ കൺസൾട്ടേഷനൊക്കെ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഫാമിലീസിന് സ്നേഹവും അടുപ്പവും ഒക്കെ കിട്ടുന്ന ഒരു മേഖല തന്നെയാണല്ലേ ഡോക്ടർ? അതെ, എന്ന് വെച്ചാൽ ബേസിക്കലി ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയണം. കാരണം ഗൈനക്ക് എന്ന് പറയുമ്പം വ്യത്യാസമുണ്ട്. അപ്പം ഒരു ഫാമിലിയിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് പുതിയതായിട്ടൊരു മെമ്പർ വരിക, അതായത് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം മാറുകയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കിട്ടുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു, സത്യം പറഞ്ഞാൽ ഒരു ബ്രാഞ്ചാന്ന് ഞാൻ പറയും ഒബ്സ്റ്ററ്റിക്സ്. അപ്പം പലരും ചിലപ്പോൾ നമുക്കത് അതിശയം തോന്നും. കാരണം 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കാണുക. അപ്പം നമുക്കും അതൊരു സാറ്റിസ്ഫാക്ടറി ആണ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ചില സമയത്ത്. ഇപ്പം എത്ര വർഷമായി മാം ഈ ഒരു? ഞാനിപ്പം ഓൾമോസ്റ്റ് 14-15 ഇയേഴ്സായി ഇപ്പം ഒബ്സ്റ്ററ്റിക്സ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിനോടകം എന്തെങ്കിലും ഇപ്പം ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? അതായത് അത്രയും ഈ ഒരു നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിയുടെ ഒരു കേസ് വരുമ്പോഴത്തേക്കിനും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ? ചിലപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ഇതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു? പലതും ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും എനിക്ക് പെട്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഒരു കേസ് എന്ന് പറയുന്നത് പലതവണ അബോർഷൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ 5 തവണ ആ കുട്ടിക്ക് അബോർഷനായിട്ട് ആറാമത്തെ പ്രഗ്നൻസിയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി, സത്യം പറഞ്ഞാൽ ആ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയത് മുതൽ അത് ഡെലിവറി ആയ ആ കുഞ്ഞിനെ നമ്മൾ എടുക്കുന്നത് വരെ നമ്മളും കൂടെ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പം ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്കതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നിമിഷം അവരുടെ ആ ഒരു മുഖത്തുള്ളൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും, അതെനിക്ക് തോന്നുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അതുപോലെ പല പല അനുഭവങ്ങളും ഉണ്ട്, പല കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നവർ. അപ്പം അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഒരിക്കലും തന്നെ മറക്കാൻ നമുക്കും പറ്റില്ല. ഈ ഒരുപാട് സ്ത്രീകളിൽ ഇങ്ങനെ അബോർഷൻ നമ്മൾ കണ്ടുവരാറുണ്ട്. കണ്ടിന്യൂസ്ലി ഉള്ള 1-2 തവണ കണ്ടിന്യൂസ്ലി അബോർഷൻ വരാറുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഒരു അബോർഷൻ ആയി കഴിഞ്ഞെങ്കിൽ പിന്നീട് കൺസീവ് ആവുന്നതൊക്കെ. അപ്പോൾ ഇതിന് എന്തുകൊണ്ടായിരിക്കും മാം ഒരു കാരണം, റീസണായിട്ട് എന്തെങ്കിലും കോമൺ റീസൺ ഉണ്ടോ? അതോ പ്രത്യേകിച്ച് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്തൊരു റീസൺ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ആദ്യത്തെ 3 മാസങ്ങളിൽ വരുന്ന അബോർഷൻസ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മളിപ്പം ഒരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ 3 മാസം ഏകദേശം 30% അബോർഷനുള്ള ചാൻസസ് പറയുന്നത് തന്നെ. യൂഷ്വലി അങ്ങനെ വരുന്നത് മിക്കവാറും കുഞ്ഞുണ്ടായ ആ പ്രഗ്നൻസിയിലുണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റാണ്. ഇപ്പം നമുക്കിത് പലപ്പോഴും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും പാടാണ്. കാരണം ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണോ ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ പപ്പായ കഴിച്ചതുകൊണ്ടാണോ ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള ക്വസ്റ്റ്യൻസും ഗിൽറ്റ് ഫീലിംഗ് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഒരു പീരീഡിൽ, അതായത് ആദ്യത്തെ 3 മാസം വരുന്ന അബോർഷൻ പലപ്പോഴും നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റാറില്ല. ഉണ്ട്, റെക്കറൻ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഇപ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ കൂടുതൽ അബോർഷൻസ് ഇതുപോലെ തന്നെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് എന്തെങ്കിലും കാരണം കാണും. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും വേണം. പക്ഷേ വളരെ കോമൺ ആണ്. യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഫീറ്റസ് ഫോം ചെയ്യുമ്പോഴാണ് അങ്ങനെ എത്രയും നേരത്തെ അബോർഷൻസ് കാണുന്നത്. ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ വേണ്ടി വരുമല്ലോ. മെയിനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ്
ഒരു കൺസീവ് ആയിട്ടുള്ളൊരു മദറിനുള്ളത്? നമ്മളിപ്പം ആദ്യം തന്നെ ഒരു വ്യക്തി, ഒരു ലേഡി പ്രഗ്നൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആ ലേഡിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഫാമിലി ഹിസ്റ്ററി, നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അതിന് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ്, അതായത് അവരുടെ ഫാമിലിയിൽ ഇപ്പം അവർക്ക് നാളെ അവരുടെ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡയബറ്റീസ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പം അങ്ങനെ ഹിസ്റ്ററിയും അവരുടെ റിസ്ക് ഫാക്ടേഴ്സും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ തുടങ്ങുന്നത് തന്നെ. ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ വരുന്നതാണ് തൈറോയിഡ് ടെസ്റ്റ്, അതുപോലെ ഹീമോഗ്ലോബിൻ. നമുക്ക് വളർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കാരണം അനീമിയ അഗെയിൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് B, C അല്ലെങ്കിൽ സിഫിലിസ്, അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്ക്രീൻ ചെയ്യണം. എന്തെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊന്ന് സ്ക്രീൻ ചെയ്യണം. അതുപോലെ ഷുഗറിൻ്റെ ടെസ്റ്റും സ്ക്രീൻ ചെയ്യണം. അപ്പോൾ ഹിസ്റ്ററി ഇതുപോലെ റിസ്ക് ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള HbA1c എന്ന് പറയും. അതായത് കഴിഞ്ഞ 3 മാസത്തിലുള്ള അവരുടെ ആവറേജ് ഷുഗർ ലെവൽസ് വെച്ചിട്ട് നമ്മൾ എത്രയുണ്ട്, അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇപ്പോൾ യങ് ആയിട്ടുള്ള പേഷ്യൻസിന് ഡയബറ്റീസ് വളരെയധികം കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ടെസ്റ്റുകൾ വരുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ ഓരോ ടെസ്റ്റുകളും ഇപ്പോൾ ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ ഓരോ പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റുകളും ഇങ്ങനെ ഓരോരോ പീരീഡിലാണോ ചെയ്യാറുള്ളത്? അതെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 ട്രൈമസ്റ്ററായിട്ട് നമ്മൾ പ്രഗ്നൻസിനെ മൊത്തം തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം, ഇടയിലുള്ള 3 മാസം, ലാസ്റ്റ് 3 മന്ത്സ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ യൂഷ്വലി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതാണ്. ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രഗ്നൻറ്റ് ലേഡീനെ എങ്ങനെയാണ് മുന്നോട്ട്, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വീണ്ടും നമ്മൾ ഷുഗറിൻ്റെ സ്ക്രീനിങ് ചെയ്യുന്നു, തൈറോയിഡ് സ്ക്രീനിങ് ചെയ്യുന്നു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും, ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ടോ, അതനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്നത്. ഇത് ഈ ഓരോ തവണയും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താ? നമുക്കിങ്ങനെ ഓരോ മാസം ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമോ? എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ. അപ്പോൾ നമുക്കിപ്പോൾ വളർച്ചയുണ്ട്, നല്ല രീതിയിൽ വളർച്ചയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വരുന്നു, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വളർച്ച വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. നമുക്ക് അയൺ ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ HB കുറയണമെങ്കിൽ വേറെ കാരണങ്ങളും ആകാം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് താലസീമിയ. താലസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ, അതായത് റെഡ് ബ്ലഡ് സെല്ലിലുള്ള ഒരു ഘടകമാണ്, ഒരു പിഗ്മെൻ്റാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമേഷനിൽ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് അങ്ങനെ വരുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഉള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബേസിക്കലി അവർക്ക് HB എപ്പോഴും കുറവാണെന്നേ ഉണ്ടാവുള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അത് ഫാമിലിയിൽ റൺ ചെയ്യുന്നതാണ്, പലരും ഡയഗ്നോസ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതാണോ, അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തൈറോയിഡ് ഇഷ്യൂസ്, നമുക്ക് യൂഷ്വലി നമ്മൾ നോർമലി പറയുന്ന തൈറോയിഡ് ലെവൽ അല്ല നമുക്ക് പ്രഗ്നൻസിയിൽ വേണ്ടത്, കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ വേണം. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 4 മാസം വരെയും കുഞ്ഞ് അമ്മയുടെ തൈറോയിഡ് ഹോർമോണാണ് എടുക്കുന്നത്, കുഞ്ഞിൻ്റെ ഓരോ മെറ്റബോളിസത്തിനും വേണ്ടിയിട്ട്. അപ്പം അതനുസരിച്ചിട്ടുള്ള തൈറോയിഡ് ലെവൽ അമ്മയ്ക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ HIV, ഹെപ്പറ്റൈറ്റിസ് B, C, അതെല്ലാം. കാരണം അത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അമ്മയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് നേരത്തെ ട്രീറ്റ് ചെയ്യുകയും വേണം. അതിനനുസരിച്ച് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറയ്ക്കണം. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. പിന്നെ അഗെയിൻ ഷുഗേഴ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഷുഗേഴ്സ് പലരും ഈ പറഞ്ഞ കൂട്ട് പ്രഗ്നൻസി ടൈമിലാണ് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നവർ തന്നെ, അത് യൂഷ്വലി ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യണം. കാരണം ഷുഗർ ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് അബോർഷൻ ആവാനുള്ള ചാൻസസ് കൂട്ടുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ തന്നെ സ്ക്രീൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പം ഏകദേശം നമ്മളൊരു 20-24 ആഴ്ച
നമ്മൾ ആഴ്ചക്കണക്കാണ് എപ്പോഴും പ്രഗ്നൻസി പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് 40 ആഴ്ചയാണ്. അപ്പോൾ ഒരു 20 ആഴ്ച 24 ആഴ്ചയുടെ ഇടയിലാണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അഗെയിൻ നമ്മൾ അനീമിക് ആകുന്നുണ്ടോ, കാരണം പ്രഗ്നൻസി ഇറ്റ്സെൽഫ് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് നമുക്ക് ഓരോ ന്യൂട്രീഷനും കിട്ടുന്നത് അമ്മയുടെ തന്നെ. അപ്പം അഗെയിൻ അനീമിക് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് അമ്മയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും വളർച്ച വരുന്നുണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡ് വീണ്ടും അബ്നോർമൽ ആകുന്നുണ്ടോ, ഷുഗേഴ്സ് കൺട്രോൾ ആണോ. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ റിസ്ക് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു കേരള അല്ലെങ്കിൽ മലയാളി എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള, അതായത് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമുക്കൊരു ലോഡ് ഗ്ലൂക്കോസ് കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് എത്രത്തോളം അവരുടെ ബോഡി ആ ഗ്ലൂക്കോസിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. സോ വി ചാലഞ്ച് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഷുഗർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഗെയിൻ യൂറിൻ ഇൻഫെക്ഷനും നമ്മളൊന്ന് സ്ക്രീൻ ചെയ്യണം. കാരണം സിംറ്റംസ് ഇല്ലാതെ, അതായത് സാധാരണ നമ്മൾ പറയുമല്ലോ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്താ മൂത്രക്കടച്ചിൽ വരുന്നു, വയറുവേദന, പനി, കുടച്ചിൽ. പക്ഷേ പ്രഗ്നൻസിയിൽ ചിലപ്പം അങ്ങനെ വരണമെന്നില്ല, സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. സിംറ്റമാറ്റിക് അല്ലാതെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്നത്. തേർഡ് ട്രൈമസ്റ്റർ അഗെയിൻ നമ്മൾ ഡെലിവറിയോടെ അടുക്കുകയാണ്. അപ്പം ഡെലിവറി സമയത്ത് നമുക്കറിയാം കുറച്ച് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൊണ്ട് ഡെലിവറി ആകാൻ ബുദ്ധിമുട്ട് വരാം. അപ്പം അഗെയിൻ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത് ഒന്ന് ഷുഗേഴ്സും പിന്നെ മെയിനായിട്ട് ഹീമോഗ്ലോബിനും തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും വളർച്ച ആ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ നമ്മൾ ഡെലിവറിക്ക് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഈ കുഞ്ഞിനും അമ്മയ്ക്കും കൂടെ പലപ്പോഴും ഒരു ടെസ്റ്റുകൾ തന്നെയാണോ വരാറുള്ളത്, അതോ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും കൂടെ ഇപ്പോൾ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ കാണുമായിരിക്കില്ല? ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇപ്പോൾ ചില കേസിലൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം പാരൻസിൻ്റെ ഒരു കൺസേണോടുകൂടി അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെ അവരുടെ ചോയ്സ് ആണല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ട്? ബേസിക്കായിട്ട് നമ്മൾ സ്കാനുകൾ ചെയ്യുന്നതും അതിന് വേണ്ടി തന്നെയാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 3-ാം മാസത്തിലെയും 5-ാം മാസത്തിലെയും പിന്നെ നമ്മൾ 7 അല്ലെങ്കിൽ 8-ാം മാസത്തിൽ ചെയ്യുന്ന ഗ്രോത്ത് സ്കാൻസ് ആണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 3-ാം മാസത്തിലെ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനിതകമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്ക്രീൻ ചെയ്യുന്ന സ്കാനാണ്. അപ്പോൾ അതിലൊരു NT സ്കാൻ എന്ന് പറയും അതിന്. അപ്പോൾ അതിൽ നമ്മൾ കുഞ്ഞിൽ എടുക്കുന്ന ഒരു മെഷർമെൻറ്റാണ്. കുഞ്ഞിൻ്റെ കഴുത്തിൽ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞിട്ടൊരു തിക്നെസ് ആണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് വരാനുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്ക്രീൻ ചെയ്യാം. അതായത് ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ബ്ലഡ് ടെസ്റ്റാണ് ഡബിൾ മാർക്കർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി റിസ്ക്കോ അല്ലെങ്കിൽ മദറിൻ്റെ ഏജ് ഒരുപാട് കൂടുതൽ 35 വയസ്സിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഡബിൾ മാർക്കറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യങ് ആയിട്ടുള്ള അമ്മമാരിൽ പോലും ഒരുപാട് അബ്നോർമാലിറ്റീസ് കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് മാൻഡേറ്ററി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യുന്നതാണ് ഈ ഡബിൾ മാർക്കറും കൂടെ. അപ്പം നമ്മൾ ഈ NT സ്കാനും ഡബിൾ മാർക്കറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കമ്പൈൻ സ്ക്രീനിങ് ആണ് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പറയാറുള്ളത്. വളരെ അപൂർവം ചില കപ്പിൾസ് പറയാറുണ്ട് ഡോക്ടർ ജനറ്റിക് അബ്നോർമാലിറ്റിയാണ്, നമുക്ക് അതിന് കറക്ഷനൊന്നുമില്ല, കാരണം കുഞ്ഞിൻ്റെ ജീൻസിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോസ് ആയിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്താ, നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ചില കപ്പിൾസ് എങ്ങനെയാണെങ്കിലും ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ ആ കുഞ്ഞിനെ നോക്കാം, ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റുകളൊന്നും മാൻഡേറ്ററി ആയിട്ട് പറയാറില്ല. ഇനി അഥവാ നമ്മൾ ഈ ഡബിൾ മാർക്കർ മിസ്സായി പോയെങ്കിൽ പിന്നെ ചെയ്യുന്നത് നമ്മൾ 5-ാം മാസത്തിലെ സ്കാനിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ക്വാഡ്രപ്പിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇത് തന്നെ അമ്മയുടെ ബ്ലഡിൽ നിന്ന് തന്നെ നമ്മൾ ഹോർമോൺ ലെവൽസ് വെച്ചിട്ട് എന്താ ഹൈ റിസ്കിലാണോ അല്ലെങ്കിൽ ലോ റിസ്കിലാണോ എന്നുള്ളത് നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സാധാരണഗതിയിൽ ഈ 3-ാം മാസത്തിലെ സ്കാനിൻ്റെ കൂടെ ഡബിൾ മാർക്കർ മിസ്സായാലാണ് നമ്മൾ ക്വാഡ്രപ്പിൾ മാർക്കർ ചെയ്യാറ്. അഗെയിൻ അത് ചെയ്തിട്ട് നമുക്ക് റിസ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി ഇതിലെല്ലാം നമുക്ക് റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഹൈ റിസ്ക് ആണ്, അതായത് കുഞ്ഞിന് അന്ന് ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്, ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് പോകണം. അപ്പം നമ്മളിത് ടെസ്റ്റുകളിൽ നമുക്കത് ഹൈ റിസ്ക് ആണോ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മളത് കൺഫർമേറ്ററി ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ അമ്മയുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുത്തിട്ട് അതിൽ നമുക്ക് ഫീറ്റസിൻ്റെ, അതായത് കുഞ്ഞിൻ്റെ DNA എക്സ്ട്രാക്ട്സ് ഉണ്ടാകും. അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളതിനെ കൾച്ചർ ചെയ്ത് അതിൽ സ്റ്റഡി ചെയ്യുക. അതായത് ബേസിക്കലി കുഞ്ഞിൻ്റെ DNA തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എടുത്തിട്ട് പരിശോധിക്കുക. അതിന് ആംനിയോസെൻറ്റസിസ് എന്ന് പറയും. അതെടുത്തിട്ട് നമ്മൾ അതിന്ന് കുഞ്ഞിൻ്റെ സെൽസിലുള്ള ജീൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി, ജനറ്റിക് ആയിട്ടുള്ള അബ്നോർമാലിറ്റി വരാനുള്ള ഇതുണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്നത്. നമ്മൾ നോർമലി ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ട് കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഹോർമോൺസ്, അതായത് അമ്മയുടെ രക്തത്തിലുള്ള ഹോർമോൺസിൻ്റെ ലെവൽ വെച്ചിട്ടുള്ള സ്ക്രീനിങ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് യൂഷ്വലി 99.9% ആക്യുറസിയാണ് അവർ പറയുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഫെയിൽ ആവുന്നത് ഈ ഡബിൾ മാർക്കറോ ക്വാഡ്രപ്പിൾ മാർക്കറോ ഒക്കെ ചെയ്യുമ്പോഴാണ്. അത് വളരെ അപൂർവമാണ്, വളരെ അപൂർവമാണ്. പക്ഷെ കണ്ടിട്ടുണ്ട് ഡബിൾ മാർക്കറൊക്കെ നോർമലായിട്ട് പക്ഷേ ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് ഡൗൺസ് വരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട് ഒരു തവണ. മേ ബി അത് ലാബറർ ആകാം, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ഹോർമോൺ ലെവൽസ് അഗെയിൻ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹോർമോൺ ലെവൽസിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീനിങ് ചെയ്യുമ്പോൾ അത് ലോ റിസ്കിൽ കാറ്റഗറിയിലേക്ക് വന്നതും ആകാം. അപ്പം അങ്ങനെ വളരെ അപൂർവമാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. പിന്നെ സ്ട്രക്ചറൽ ഡിഫക്ട്സ്, ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്കാനും ഓരോ ടെസ്റ്റിനും അതിൻ്റേതായ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഈ 5-ാം മാസത്തിലെ സ്കാൻ എന്ന് പറയുമ്പം ഏകദേശം 20 ആഴ്ചയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആണ്, അതായത് ഓർഗൻസ് ഒക്കെ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. നമുക്ക് സ്കാനിലൂടെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രക്ചേഴ്സ് മേക്ക് ഔട്ട് ചെയ്യാം. ആ ഒരു സമയത്താണ് നമ്മൾ ഈ അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഓരോ ഭാഗങ്ങളും ഹെഡ് ടു ടോ, അതായത് കൈ, വിരലുകൾ, ഹാർട്ട്, ഓർഗൻസ്, അതെല്ലാം സ്റ്റമക്ക്, ബ്ലാഡർ, കിഡ്നി, അപ്പോൾ ഓരോ അവയവങ്ങളും നമ്മൾ എടുത്തിട്ട് അതിലെന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ഡിഫക്ട്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. വളരെ മൈനറായിട്ടുള്ളത് ചിലപ്പം, പക്ഷെ അതൊന്നും നമുക്ക് കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അബ്നോർമാലിറ്റീസ് ആയിരിക്കത്തില്ല, പക്ഷെ മിസ്സാവാനും പോസിബിലിറ്റീസ് ഉണ്ട്. ഈ സംസാരശേഷി, കാഴ്ചശക്തിയൊക്കെ അതും ഇതിനകത്ത് തന്നെ വരുന്നതാണോ? കാഴ്ചശക്തിയും സംസാരശേഷിയൊന്നും നമുക്ക് സ്കാനിലോ ബ്ലഡ് ടെസ്റ്റിലോ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ ഈ കാഴ്ചശക്തി തന്നെ നമ്മൾ പറയുകയാണ്, ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ ലെൻസ് ഇത് പറഞ്ഞോട്ട് കാറ്ററാക്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടായിട്ട് വരുന്ന കുഞ്ഞുങ്ങളാകാം. അപ്പം എല്ലായ്പ്പോഴും നമുക്ക് സ്കാൻ ചെയ്താൽ അത് മനസ്സിലാവണം എന്നില്ല. പിന്നെ ഈ കാറ്ററാക്റ്റോ അങ്ങനത്തെ ഡിഫക്ട്സോ വരണമെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാരണം കാണും. ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത് ടോർച്ച് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് പ്രഗ്നൻസി സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള ബ്രെയിനിൽ, തലച്ചോറിലോ കണ്ണിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ ഡിഫക്ട്സ് ആയിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹാർട്ടിൽ ഡിഫക്ട്സ് ആണെങ്കിൽ 5-ാം മാസത്തിലെ സ്കാനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്, മേജർ ആയിട്ടുള്ളതാണെങ്കിൽ. അതുപോലെ എന്തെങ്കിലും ഇൻറ്റസ്റ്റൈൻസ്, കുടലിൽ ചിലപ്പം ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റായിട്ട് യോജിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേഷൻ കാണാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതുപോലെ ഇൻഫെക്ഷൻ എന്തെങ്കിലും സ്ക്രീനിങ്ങും ചെയ്യണം. ചിലപ്പോഴെങ്കിലും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ കാണാവുന്ന ഹൈപ്പോ തൈറോയിഡിസം വരാറുണ്ടല്ലോ. പക്ഷെ അത് ആ സമയത്ത് തന്നെ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവാറുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ ഡോക്ടർ? ശരിയാണ്. കാരണം ഞാൻ നമുക്ക് തൈറോയിഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. നമ്മുടെ ഓരോ സെല്ലിലും അതിൻ്റേതായ അത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഹോർമോണാണ് തൈറോയിഡ്. അതുകൊണ്ട് തന്നെയാണ് പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞ തൈറോയിഡ് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കൺട്രോൾ വേണം. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ തൊട്ട് ജനിച്ച ഉടനെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ചിലപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ബുദ്ധിമാന്ദ്യം വരെ സംഭവിക്കാവുന്ന, അതായത് നമുക്കൊരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷനാണ് ഈ ഹൈപ്പോതൈറോയിഡിസം. അതുകൊണ്ട് തൈറോയിഡ് സ്ക്രീനിങ് മസ്റ്റാണ്. നമ്മൾ ജനിച്ച ഉടനെ കുഞ്ഞിന് ചെയ്യുന്ന പാനൽ ഓഫ് ടെസ്റ്റുകളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെയ്യാറുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെയ്യാറുണ്ട് തൈറോയിഡ് ടെസ്റ്റ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക ചികിത്സ?
പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു ചികിത്സയുണ്ടോ അവിടെ? ഇതിപ്പം ഹൈപ്പോതൈറോയിഡിസം കുഞ്ഞുങ്ങൾക്ക് വരുമ്പം ബേസിക്കലി എന്തുകൊണ്ട് അത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, ചില കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ നമുക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല, നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോൺസ് തന്നെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് അത് ട്രാൻസിയൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നോർമലൈസ് ചെയ്ത് വരും, പിന്നെ നമുക്ക് ടാബ്ലറ്റ്സ് നിർത്താൻ പറ്റും. അപ്പോൾ അതുവരെ നമ്മൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നത് തൈറോയിഡ് ഹോർമോൺ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പം സാധാരണക്കാർക്കുള്ളൊരു മറ്റൊരു ഡൗട്ടാണ്, ഇപ്പം ഡോക്ടർ ഈ ട്രൈമസ്റ്റേഴ്സിൽ വരുന്ന ഇത് നമ്മുടെ ഓരോ ടെസ്റ്റുകളെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ടെസ്റ്റുകളൊക്കെ പണ്ടൊക്കെ ഇത്രയും ടെസ്റ്റുകളില്ലായിരുന്നു, 1-2 ടെസ്റ്റുകൾ മാത്രമാണ് നമ്മുടെയൊക്കെ പാരൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഒരുപാട് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പം പലപ്പോഴെങ്കിലും പലരും വിചാരിക്കാറുണ്ട് ഇതൊക്കെ വെറുതെ ഹോസ്പിറ്റലുകാർ പറയുന്നതാണ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മളെ പാനിക്കാക്കി ഇത്രയും ടെസ്റ്റുകൾ പറഞ്ഞ് ബിസിനസ് ഓറിയൻറ്റഡ് ആണെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. അത് ശരിക്കും ശരിയാണോ ഡോക്ടർ? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? അത് തെറ്റായ ധാരണ. കാരണം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഞാൻ പറഞ്ഞു, നമുക്ക് പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ ഇല്ല, BP ഉള്ളവർ കുറവാണ്. കാരണം എല്ലാവരും വർക്കിംഗ് പീപ്പിളാണ്. അപ്പോൾ അവരുടെ ആ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോയി. പണ്ട് ക്യാൻസേഴ്സ് ഇത്രയുണ്ടോ? ഇല്ല. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എല്ലാവരും വീട്ടിലല്ലേ പ്രസവിക്കുന്നത്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, വരുന്നില്ല എന്നല്ല, വരുന്നുണ്ട്, പക്ഷേ കുറവാണ്. ഈ കുഞ്ഞുങ്ങളിൽ വരുന്ന ഡിഫക്ട്സ് കുറവാണ്. ഈവൻ എനിക്കിപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ പോലും ഒരുപാട് കുഞ്ഞുങ്ങളിൽ വരുന്ന അബ്നോർമാലിറ്റീസ് കൂടുതലായി ഇപ്പോൾ കാണുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ടെസ്റ്റുകളുടെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഡെഫിനറ്റായിട്ടും ആർക്കും തന്നെ നമ്മളിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പം അതനുസരിച്ചിട്ട് നമ്മളിപ്പം ടെസ്റ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ശരിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ മെഡിസിൻ ഒരുപാട് മുന്നോട്ട് വളർന്നു. ഇപ്പോൾ നമുക്ക് പണ്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോളജി ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ നമുക്ക് ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങളുടെ മാത്രം സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങളെ സ്ക്രീൻ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ മെഡിസിനും മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് അബ്നോർമാലിറ്റീസ് കൂടുതൽ കാണുന്നതനുസരിച്ചിട്ട് ടെസ്റ്റുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും. പക്ഷെ അതെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ പേർപ്പസും ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അബ്നോർമാലിറ്റീസ് എന്തായിരിക്കും? ഇപ്പം സാധാരണഗതിയിൽ സ്ട്രക്ചറിൽ പറയുവാണെങ്കിൽ ഈ മുറിച്ചുണ്ട്, അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ്, അങ്ങനത്തത്. ചിലർക്ക് ഹാർട്ടിൻ്റെത്, നമുക്ക് ഹോളുണ്ട് ഹാർട്ടിലെന്ന് പറയത്തില്ല, ചെറിയ ചെറിയ ഹോൾ വരുന്നത്, അതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ തൊട്ട് കറക്റ്റബിൾ ആയിട്ടുള്ളതാണ്. ചെറിയ ഹോളൊക്കെ ഹാർട്ടിലുള്ളത് യൂഷ്വലി കുഞ്ഞ് ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് അടഞ്ഞു പോകാറുണ്ട്. അതിന് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ജനറ്റിക് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡൗൺസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ക്രോമസോമിൻ്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസമാണ്. നമുക്കറിയാം, പകുതി ക്രോമസോം അച്ഛൻ്റെതും പകുതി ക്രോമസോം അമ്മയുടേതുമാണ് കുഞ്ഞിന് കിട്ടുന്നത്. ആ ഫ്യൂഷനിൽ വരുമ്പം ചിലപ്പോൾ ഒരു എക്സ്ട്രാ ക്രോമസോം കൂടുതൽ വരുന്നതിനാണ് നമ്മൾ ഈ ട്രൈസോമീസ് അല്ലെങ്കിൽ അനിയോപ്ലോയിഡി എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു സെല്ലിൻ്റെ തന്നെ ഫോർമേഷനിൽ വരുന്ന ഡിഫക്റ്റിൽ വരുന്നതാണ് ഈ ജനറ്റിക് അബ്നോർമാലിറ്റീസ്. അതിൽ തന്നെ ഡൗൺസ് ആണ് കൂടുതലും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് വായിച്ചതാണ്. അതായത് ഒരു കുട്ടി നമ്മൾ ഓർഗൻസ് ഒക്കെ അത്ര ഡെവലപ്ഡ് ആവാതെ ഉണ്ടാവാറുണ്ട്. ചിലപ്പം ചെവിയായിരിക്കാം, മൂക്കായിരിക്കാം, അങ്ങനെയൊക്കെ ഡെവലപ്ഡ് ആവാതെ വരാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിക്കുന്നു. അതായത് ലൈഫ് സ്റ്റൈൽ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഈ ഡ്രിങ്കിങ്, ആൽക്കഹോള് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇതൊക്കെ ചിലപ്പോൾ ബാധിക്കപ്പെടുമെന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയാണോ ഡോക്ടർ? ആൽക്കഹോൾ, സ്മോക്കിംഗ് അതൊക്കെ ശരിയാണ്. അതൊക്കെ ആക്ച്വലി അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് പ്രഗ്നൻസി സമയത്തും കൂടെ നമുക്ക് ഇപ്പം ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്തില്ല, സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂഷ്വലി കാണുന്നത് കുഞ്ഞിൽ എന്തെങ്കിലും ഗ്രോത്ത് ഡിഫക്ട്സ് ആണ്. ഗ്രോത്ത് കുറവാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ലാഗ് വരാനുള്ള പോസിബിലിറ്റീസാണ് കൂടുതൽ കാണുന്നത്. അതായത് കുഞ്ഞിന് വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ അബോർഷനായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ അതിൽ കണ്ടുവരുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഓർഗൻ്റെ ഡിഫക്റ്റായിട്ട് ആൽക്കഹോൾ സ്മോക്കിംഗ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഓർഗൻ മാത്രം ഡിഫക്റ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ ഡിഫക്റ്റിൽ വരുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഞാൻ കണക്കാക്കത്തുള്ളൂ.
ഡോക്ടർ, നമ്മൾ മുമ്പേ ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സപ്ലിമെൻറ്റ്സ്, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ബോഡിക്ക് ആവശ്യമായിട്ടുണ്ട്. വൈറ്റമിൻ ആയിരിക്കാം, മൾട്ടി വിറ്റമിൻസ് ആയിരിക്കാം, അങ്ങനെ പലതുണ്ട്. പക്ഷേ ഈ പണ്ടുള്ള ആളുകൾ പറയും എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഗുളികകളെല്ലാം കൂടെ കഴിക്കുന്നത്, അതായിരിക്കും ചിലപ്പോൾ ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പണ്ടും നമുക്ക് ഇത്രയും ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് തന്നെ ഈ നാച്ചുറലായിട്ട് ഇപ്പോൾ മുരിങ്ങയില അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ നമുക്കിതൊക്കെ കിട്ടും. പിന്നെ എന്തിനാണ് എക്സ്ട്രാ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്, അനാവശ്യമാണ് എന്നൊരു സംസാരം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അത് ശരിയാണ് ഡോക്ടർ? ശരിക്കും സപ്ലിമെൻറ്റ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് ഡിമാൻഡ് കൂടുതലാണ്. നമുക്ക് മാത്രമല്ല, കുഞ്ഞിനും കൂടെ ഉള്ളതാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കഴിക്കേണ്ടത്, ന്യൂട്രിയൻസ് ഒക്കെ എടുക്കേണ്ടത്. അപ്പം പ്രത്യേകിച്ചും അയണും കാൽഷ്യമും. അപ്പോൾ അത് ഡെഫിനറ്റായിട്ടും നമ്മളത് എടുക്കേണ്ടതാണ്. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുക്കുന്ന ഫോളിക് ആസിഡ്. അപ്പോൾ ഈ ഫോളിക് ആസിഡിന് ബേസിക്കലി നമുക്ക് നമ്മളുടെ ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഫോളിക് ആസിഡ് കുഞ്ഞിൽ എന്തെങ്കിലും ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അബ്നോമാലിറ്റീസ്, അതായത് നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയും, അത് വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവായിട്ടും കൂടിയാണ് നമ്മൾ ഫോളിക് ആസിഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഐഡിയലി ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ട് തന്നെ കഴിക്കണം. അതായത് പ്രഗ്നൻസി ആകുന്നതിന് ഒരു 3 മാസം മുന്നേ തൊട്ടെങ്കിലും കഴിച്ചു തുടങ്ങണം. അപ്പോൾ അത് പലരും ചെയ്യാറില്ല. നമുക്കിപ്പോൾ ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് വരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ അതും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അവയർനെസ് വരേണ്ടതാണ്. നേരത്തെ കൂട്ടി തന്നെ ഫോളിക് ആസിഡ് കഴിക്കുക എന്നുള്ളത്. ആദ്യത്തെ 3 മാസം വരെ ഫോളിക് ആസിഡ് മതി. അത് കഴിഞ്ഞിട്ട് അയണും കാൽഷ്യം കഴിച്ചു തുടങ്ങണം. അപ്പം നമുക്ക് എത്രയൊക്കെ നമ്മൾ ഇപ്പം ഇലകൾ കഴിച്ചു, അല്ലെങ്കിൽ ഫിഷ് കഴിച്ചു, ഞങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചു കുടിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എത്രയൊക്കെ നമ്മളതെല്ലാം ചെയ്താലും നമ്മളുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വരുന്നുള്ളൂ. അതും ക്വാണ്ടിറ്റി ഒരുപാട് കഴിക്കുമ്പോഴാണ് നമുക്കൊരു നല്ല ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് HB മെയിൻറ്റെയിൻ ചെയ്യാനും അയൺ ലെവൽ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം അത് കുഞ്ഞിന് മാത്രമല്ല, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും പാല് കൊടുക്കുന്ന സമയത്താണെങ്കിലും കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാൽഷ്യം എന്ന് പറയുന്ന ടാബ്ലറ്റ്സ്. അത് മദറിനാണെങ്കിലും പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് വേഗം എല്ലിന് തേയ്മാനം വരിക, ബാക്ക് പെയിൻ വരിക. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനും കൂടി കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നാച്ചുറലിനേക്കാളും കുറച്ച് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഒരുപാട് സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി തന്നു. എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.